ഹലോ ഗൈസ്, മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ബ്രിഡ്ജ് കാണാനായിട്ട് വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ബസ്സും അതുപോലെ ട്രെയിൻ സ്റ്റേഷൻസും ഉണ്ട്. ഞാൻ വന്നത് ലണ്ടൻ ട്യൂബിലാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ട്യൂബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ടവർ ഹിൽ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 100 അല്ലെങ്കിൽ 150 മീറ്റേഴ്സ് നടന്നാലും നമുക്ക് ടവർ ബ്രിഡ്ജിലെത്താനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ടവർ ബ്രിഡ്ജാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടവർ ബ്രിഡ്ജിലാണ്. ടവർ ബ്രിഡ്ജിന് ഉള്ളിലല്ല, ടവർ ബ്രിഡ്ജിൻ്റെ ജസ്റ്റ് പുറത്തുള്ള ഒരു പാർക്ക് പോലുള്ളൊരു സ്ഥലത്ത്. ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടവർ ബ്രിഡ്ജിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും. നമുക്കിനി ടവർ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇത് ശരിക്കും ടവർ ബ്രിഡ്ജാണോ അതോ ലണ്ടൻ ബ്രിഡ്ജാണോ എന്നുള്ളത്. ശരിക്കും ഇത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ടവർ ബ്രിഡ്ജാണ്. അതേസമയം ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതല്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ മാറി മറ്റൊരു ബ്രിഡ്ജുണ്ട്. അതാണ് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജ് നമുക്ക് ഈ ടവർ ബ്രിഡ്ജിനകത്ത് നിന്നാലും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം. ഈ ബ്രിഡ്ജിനെ എന്തുകൊണ്ടാണ് ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേരിനോട് ചേർന്നുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് ഇതിനെയും ടവർ ബ്രിഡ്ജ് എന്ന് അവർ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജ് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടവർ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ മറ്റൊരു ഒരു ബിൽഡിങ്. അതിൻ്റെ പേരിനോട് ചേർത്താണ് ഇതിന് ടവർ ബ്രിഡ്ജ് എന്നവർ പേരിട്ടിരിക്കുന്നത്. ടവർ ബ്രിഡ്ജ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് പാസേജിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇറങ്ങി വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം. ബട്ട് നോർമലി ആൾക്കാർ പോകാറുള്ളത് ടവർ ബ്രിഡ്ജ് കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ്. ആ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ താഴെ ഒരു ഈ ടവർ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട സോവനീഴ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ടവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു പാർക്ക് പോലുള്ളൊരു ഏരിയ. അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി നടന്നാൽ നമുക്ക് ആ ഒരു പാർക്ക് പോലുള്ള ഏരിയയിൽ ചെല്ലാനായിട്ട് പറ്റും. ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് കേട്ടോ ലണ്ടൻ ബ്രിഡ്ജ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ടവർ ബ്രിഡ്ജിൽ നിന്നാൽ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പറ്റുമെന്ന്. ഇവിടെ നിന്നിട്ട് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ആ പറയുന്ന ലണ്ടൻ ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് ടവർ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാം, അതുപോലെ ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം 206 സ്റ്റെപ്പിൻ്റെ മേളിലേക്ക് കൊണ്ടുവന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സെക്ഷനിൽ ഈ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല.
ബുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം വിട്ടുപോയി. അപ്പം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കായത് ഏകദേശം 13 പൗണ്ടാണ്, 13.40 പൗണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചിൽഡ്രൻ, അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ആൻഡ് നിങ്ങൾ ലണ്ടനിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ജസ്റ്റ് ടവർ ബ്രിഡ്ജിൻ്റെ വെബ്സൈറ്റിൽ കയറി അതൊന്ന് നോക്കി അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യുക. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് കയറാനായിട്ട് 2 ലൈനായിരുന്നുള്ളത്. ഒന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്കും, അതുപോലെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്കും. സോ ആ ഒരു ക്യൂ നമുക്ക് ഒഴിവാക്കാം. എപ്പോൾ നമുക്ക് നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ആ ക്യൂ കുറച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കയറാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് കൂടുതൽ മുകളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ടും, അതുപോലെ സ്റ്റെയർ കേസിൽ നമ്മൾ കയറി ചെന്നിറങ്ങുന്ന ഓരോ ലെവലിലായിട്ടും ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഓരോ ചരിത്രം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണി നടന്ന സമയത്തൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഒരു ഡ്രസ്സില്ലേ, അത് അന്നത്തെ ആൾക്കാർ ഇട്ടിരുന്ന, അത് പണി സമയത്ത് ഇട്ടിരുന്ന എന്തോ ഡ്രസ്സാണെന്ന് തോന്നുന്നു. അതുപോലെ പല കാര്യങ്ങളും ഇതിൻ്റെ ഈ സൈഡിലായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനെ ടവർ ഓഫ് ലണ്ടൻ എന്നാണ് പറയുന്നത്. സോ ആ ടവർ ഓഫ് ലണ്ടൻ്റെ അതിനോട് ചേർന്നുള്ള ആ ഒരു ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് ഇതിനെ ടവർ ബ്രിഡ്ജ് എന്ന് പേര് പറയുന്നത്. പലരും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഒരു കൺഫ്യൂഷനുണ്ട്. ശരിക്കും എല്ലാവരും ഇതിനെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ടവർ ബ്രിഡ്ജാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നോർമൽ ബ്രിഡ്ജാണ്. അത് നമുക്ക് ഈ ടവർ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ടവർ ബ്രിഡ്ജിൽ നിന്ന് നേരെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ലണ്ടൻ ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 100 അല്ലെങ്കിൽ 200 മീറ്റർ മാറി ആണ് ആ ഒരു ബ്രിഡ്ജ് ഉള്ളത്. സ്റ്റെപ്പ് കയറിയിട്ടുള്ള ഓരോ സ്ഥലത്തും ഇതിൻ്റെ പല ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഈ ടവർ ബ്രിഡ്ജ് പണിയാനായിട്ട് എത്ര ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ എത്ര കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ വെയിറ്റ് ഓഫ് ഈച്ച് ടവർ എത്രയാണെന്നൊക്കെ ഈ ഒരു ബോർഡിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 10,000 ടൺ ഓഫ് സ്റ്റീലാണ് ഈ ടവർ ബ്രിഡ്ജ് പണിയാനായിട്ട് എടുത്തിട്ടുള്ളത്. 1886 ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. അതുപോലെ 1894 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. ഏകദേശം 8 വർഷം എടുത്തു ഇതിൻ്റെ ആ ഒരു മുഴുവൻ പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ടവർ ബ്രിഡ്ജ് പഴയതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ മോഡിഫൈ ചെയ്തതാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ടവർ ബ്രിഡ്ജിനെ ഒരു ഐക്കോണിക് ആക്കി മാറ്റിയത് അതിൻ്റെ എൻജിനീയറിംഗ് മികവാണ്. സോ നമുക്കെല്ലാം അറിയാം, ഈ പറയുന്ന ടവർ ബ്രിഡ്ജ് ഷിപ്സ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു താഴേക്കൂടെ ഓടുന്ന റോഡ് രണ്ടായിട്ട് മുകളിലേക്ക് പൊങ്ങാനും താഴാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനിഷ്യലി ഇത് ഉണ്ടാക്കിയ സമയത്ത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത് സ്റ്റീം എൻജിൻ വഴിയായിരുന്നു. അന്നത്തെ കാലത്ത് സ്റ്റീം എൻജിൻ വഴിയായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് മാറ്റിയിട്ട് അവരത് ഓയിലും അതുപോലെ ഇലക്ട്രിസിറ്റിയും കൊണ്ട് ആണ് ഇപ്പോൾ ആ ഒരു ടവർ ബ്രിഡ്ജിൻ്റെ ആ ഒരു വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അവസാനം കാണാൻ പറ്റും. നമുക്ക് എൻജിൻ റൂമും ഈ ടിക്കറ്റിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അന്നത്തെ കാലത്തെ ഒരു വീഡിയോ ഫൂട്ടേജാണ് കേട്ടോ ഈ ഒരു ലെവലിൽ പ്രദർശിപ്പിക്കുന്നത്. അന്ന് ടവർ ബ്രിഡ്ജിൻ്റെ പണി നടന്ന സമയത്തായിരിക്കില്ല, അത് ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ സമയത്തുള്ള ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫൂട്ടേജ്, ലണ്ടൻ ടവർ ആ ഒരു റോഡ് ഓപ്പൺ ആകുന്നതും ക്ലോസ് ചെയ്യുന്നതും കുറേ വർഷം മുമ്പുള്ള ആ ഒരു വീഡിയോ അവർ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ കപ്പൽ വരുമ്പോൾ അതെങ്ങനെ തുറക്കുന്നതും അതുപോലെ അടയുന്നതും എല്ലാം ഉള്ള എടുത്ത കുറച്ച് വീഡിയോസാണ് ഈ കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത കുറച്ച് വീഡിയോസ്. ബ്രിഡ്ജിൻ്റെ ആ ഒരു ചരിത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു 50 അല്ലെങ്കിൽ 100 വർഷം മുമ്പ് ഈ പറയുന്ന ലണ്ടൻ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ വണ്ടികൾ, അന്നത്തെ ആ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, അതെല്ലാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നതാണ്. അന്ന് അവരെങ്ങനെയായിരുന്നു വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഫൈനലി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു
അകത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതാണ് ആ ഒരു ഗ്ലാസ്സിൽ കൂടെ നമുക്ക് താഴെയുള്ള ആ റോഡും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റിയ ആ ഒരു ഭാഗം ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ തേംസ് നദി കാണാം. അതുപോലെ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. സോ നമുക്കതിലേക്ക് കാണാം. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു ഇത് കണ്ടില്ലേ, ഇത് ജസ്റ്റ് രണ്ടും സെയിം ആണ്. നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാലും അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വ്യൂ ഒക്കെ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഇതുവഴി നമ്മൾ പോയിട്ട് ആ സൈഡിൽ കൂടെ നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റും. അവിടുത്തെ ആ ഒരു ഗ്ലാസ് ഇട്ട പോർഷനില്ലേ, അത് നമുക്ക് താഴോട്ടുള്ള എല്ലാം വ്യൂ കാണുന്ന അവിടെ ഇപ്പം തന്നെ നല്ലൊരു തിരക്കാണ്. ആൾക്കാർ അവിടെ ശരിക്കും നമുക്ക് കുറച്ച് നേരം നിൽക്കാനായിട്ട് പ്രയാസമാണ്. കാരണം അത്രയും ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ക്യൂ ആണ് അവിടെ. അമേസിങ് വ്യൂ. ഇതിൻ്റെ ഗ്ലാസിൻ്റെ മേളിൽ കൂടി നടക്കുമ്പോൾ ഇത് നമ്മൾക്ക് ഇതിൻ്റെ താഴത്തുള്ള ആ ബ്രിഡ്ജിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം. സോ ലണ്ടനിലോട്ടൊക്കെ എപ്പോഴെങ്കിലും യാത്ര വരാൻ പ്ലാനുള്ളവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കാൻ ശ്രമിക്കുക. റിയലി അമേസിങ് എക്സ്പീരിയൻസ്. ഓരോ വിസിറ്റ് കഴിയുമ്പോഴും ഇതുപോലെ ഇതിൻ്റെ സ്റ്റാഫ് വന്ന് ഇത് ക്ലീൻ ചെയ്യും. സോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അത് ഇതിപ്പോഴും ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. ശരിക്കും പേടിയാവുന്നുണ്ട്. ഓരോരുത്തർ ഇതിനകത്ത് കിടന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഗ്ലാസ്സിനകത്തൂടെ നമുക്ക് നടക്കാം. ഈ നിൽക്കുന്ന ഗ്ലാസ്സിനകത്ത് ഇതിൻ്റെ മേളിലായിട്ട് ഒരു മിററുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് മേളിലായിട്ട് ആ മിററിനകത്ത് ഒരു വേഡിങ് എഴുതിയിട്ടുണ്ട്, ഇൻസൈഡ് ഹാഷ്ടാഗ്. സോ നമ്മളിവിടെ നിന്നിട്ട് മേലോട്ട് നോക്കി സെൽഫി എടുക്കുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന ഫോട്ടോയ്ക്കകത്ത് താഴെ ഹാഷ് ഇൻസൈഡ് ദി ടവർ ബ്രിഡ്ജ് എന്നും പറഞ്ഞിട്ട് ഒരു വേഡിങ് ഇവിടെ ചേർത്തിട്ട് വരും. ശരിക്കും ഇത് എത്ര ഉയരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. താഴെ കൂടെ പോകുന്ന ആ ഒരു വണ്ടിയുടെ ആൾക്കാരൊക്കെ എത്രത്തോളം ചെറുതാണെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും. സോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്, നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്. Control, I need to try new unit for the access. I think now I know you're all ready, but I'm not. Yeah, look at my face. Yeah, I think new coach. Okay. ഇതൊരു ഫോട്ടോ ബൂത്താണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ അത് തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാർഡാക്കി തരും. ആ ഒരു വ്യൂ സെക്ഷനിൽ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ഇവിടെ വീണ്ടും കുറച്ച് ഹിസ്റ്ററിയൊക്കെ കാണാം. മെയിനായിട്ട് ഈ ലണ്ടൻ ബ്രിഡ്ജ് കാണിച്ചിട്ടുള്ള കുറേ മൂവീസുണ്ട്. ആ മൂവീസിൻ്റെയും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് ഇവിടെ ഇങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, സ്പൈഡർമാൻ്റെ ആ ഒരു മൂവിക്കകത്ത് ലണ്ടൻ ബ്രിഡ്ജ് കാണിക്കുന്നത്. അതുപോലെ മറ്റ് പല മൂവീസിനകത്ത് ഈ ലണ്ടൻ ബ്രിഡ്ജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂവീസിൻ്റെയൊക്കെ റെഫറൻസാണ് അവർ ഈ ഒരു ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് എൻജിൻ റൂമിലേക്കാണ്. സോ ഇവിടെ നമുക്ക് ആ ഒരു പഴയ സ്റ്റീം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എൻജിനും കാണാം. അതുപോലെ ഇപ്പം വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിലും അതുപോലെ ഓയിലിലും വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ എൻജിനിലും കാണാം. സോ ഈ എൻജിൻ്റെ വർക്കിങ് അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പല ബോർഡുകളായിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നതെന്നാണ് ഈ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ ആ ഒരു നമ്പർ ടച്ച് ചെയ്താൽ ആ എൻജിൻ്റെ ആ പാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെയുള്ള വിവരം ആ ഒരു LCD സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഓരോ പോർഷനും. എന്തുമാത്രം മെഷീനറി അല്ലേ ഈ ഒരു ടവർ ബ്രിഡ്ജിനകത്തുള്ളത്, ആ ഒരു ഹൈഡ്രോളിക് മെക്കാനിസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ ഇൻസൈഡിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു.
അതുപോലെ എൻജിൻ റൂം കണ്ടു. എങ്ങനെയാണ് ആ പഴയ എൻജിൻ അതുപോലെ പുതിയ എൻജിൻ വർക്ക് ചെയ്യുന്നത്, ആ മെഷീനറീസ് ഇതൊക്കെ കണ്ടു. സോ ഇനി നമുക്കിതിൻ്റെ പുറത്തിറങ്ങാം. സോ നമ്മൾ എത്ര സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയോ അതുപോലെ തന്നെ തിരിച്ചത്രയും സ്റ്റെപ്പ് ഇറങ്ങാറുണ്ട്. ബേസിക്കലി ഇതെങ്ങനെയാണ് നമ്മൾ കയറിയതും ഇറങ്ങിയെന്ന് വെച്ചാൽ, ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കയറിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ നടന്ന് ഇപ്പുറത്തെ മറ്റേ ടവറിൽ കൂടെ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ഇതിൽ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ ആ നേരെ കാണുന്ന ടവറില്ലേ, ദേ ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. എന്നിട്ട് അതുവഴി മേളിൽ കൂടെ നടന്ന് നമ്മൾ ഇപ്പുറത്തെ ടവറിൽ കൂടെ വന്നു. അവിടെയാണ് എക്സിറ്റ്. അതുപോലെ ഈ എക്സിറ്റ് കഴിഞ്ഞിട്ട് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു സൊവനീർ ഷോപ്പൊക്കെ ഉണ്ട്. അതായത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഈ ടവർ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കളക്റ്റിബിൾസും അതുപോലെ സോവനീഴ്സൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ട് താഴെയാണ്. അതാ ഈ കാണുന്നതാണ് ആ ഒരു ഷോപ്പ്. അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് 1-2 ഐറ്റമൊക്കെ മേടിച്ചു. അതിനുശേഷം അതിൽ നിന്നും പുറത്തിറങ്ങി. സോ അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു മഴ പെയ്തു, അല്ലെങ്കിൽ നല്ല വെയിലായിരുന്നു. സോ എല്ലാവരും ഈ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പുറത്ത് സൈറ്റ് സീയിങ്ങിനായിട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തതുകൊണ്ട് കുറച്ച് അന്തരീക്ഷം ഒരു ക്ലൗഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടവർ ഹില്ലിൻ്റെ ഉള്ളിൽ കണ്ടു. അതിനുശേഷം ഞാൻ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ലണ്ടൻ ഐലിലേക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്, ടിക്കറ്റ് എത്തേണ്ട ടൈം എന്ന് പറയുന്നത് 4:45. സോ ഇപ്പം തന്നെ ഏകദേശം 3 മണി കഴിഞ്ഞു. സോ നമുക്ക് ലണ്ടൻ ഐലിലേക്ക് പോകാം.